Good day to all. ഞാൻ ഇന്ന് ഈ വീഡിയോ സെഷനിൽ ലൈബ്രറി ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ലൈബ്രറി ഫങ്ഷൻസിൽ നമ്മളുടെ KTUവിൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസിനെ ഇച്ചിരി കൂടെ സ്ട്രെസ് ചെയ്ത് നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. So let us first of all go to the concept of what is called as a library function. Library functions in C language are built-in functions which are grouped together and placed in a common place called library. അതായത് നമുക്ക് സാധാരണഗതിയിൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് കോമൺ ആയിട്ട് ആവശ്യം വരുന്ന ചില സംഗതികളുണ്ട്. അതെല്ലാം ചെയ്യാനായിട്ട് അതിനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫങ്ഷൻസ് ആയിട്ട് സി കമ്പൈലർ ഉപയോഗിക്കും. അതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സി കമ്പൈലർ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഫങ്ഷൻസ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിലും നമ്മൾ കീബോർഡിൽ കൂടെ ഡാറ്റ ഇൻപുട്ട് കൊടുക്കണം. ആ പ്രോബ്ലം ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിൽ പ്രിൻ്റ് ചെയ്യണം. ഈ പ്രക്രിയ ഇത് കോമൺ ആണ് ഏതൊരു പ്രോബ്ലത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, ഈ കീബോർഡിൽ കൂടെ ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് സി പ്രൊവൈഡ് ചെയ്യും. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്, ഒന്ന് പ്രിൻ്റ് എഫ് ആൻഡ് സ്കാൻ എഫ്. ഇതെല്ലാം ലൈബ്രറി ഫങ്ഷൻസ് ആണ്. പ്രിൻ്റ് എഫ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു പർട്ടിക്കുലർ വേരിയബിളിലുള്ള ഡാറ്റ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ സ്കാൻ എഫ് എന്ത് ചെയ്യുന്നു, നമ്മൾ കീബോർഡിൽ കൂടെ നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻപുട്ട് ചെയ്ത ഡാറ്റ ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഈ രണ്ട് പ്രക്രിയകളും നമ്മൾ കോമൺ ആയിട്ട് പ്രോബ്ലം സോൾവിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അതെല്ലാം ഒരു എ കളക്ഷൻ ഓഫ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആയിട്ട് സി ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈച്ച് ലൈബ്രറി ഫങ്ഷൻ പെർഫോംസ് എ സ്പെസിഫിക് ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കാൻ എഫ് എന്ന് പറഞ്ഞ ലൈബ്രറി ഫംഗ്ഷൻ ഒരു സ്പെസിഫിക് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? ഒരു ഇൻറ്റിജർ ഡേറ്റയോ ഒരു ക്യാരക്ടർ ഡേറ്റയോ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റയോ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന, കീബോർഡിൽ കൂടെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മളൊരു ബിൽറ്റ് ഇൻ ലൈബ്രറി ഫംഗ്ഷനാണ് സ്കാൻ എഫ്. അതുപോലെ പ്രിൻ്റ് എഫിനൊരു സ്പെസിഫിക് ഓപ്പറേഷൻ ഉണ്ട്. എന്താണ് പ്രിൻ്റ് എഫിൻ്റെ ഓപ്പറേഷൻ? പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത് it is a library function used to output the value of a variable to the standard output device. Standard output device എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിറ്റർ. അപ്പോൾ library functions can be used to get a predefined output instead of writing our own code for these outputs. ഇനി ലൈബ്രറി ഫംഗ്ഷൻ്റെ ഗുണം എന്താണ്? ലൈബ്രറി ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനായിട്ടുള്ള കോഡ് എഴുതേണ്ട കാര്യമില്ല. ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ നമ്മൾ എന്താണ്, യു ക്യാൻ റീയൂസ് എനി നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ പ്രോഗ്രാമറിന് സംബന്ധിച്ച്, ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ബർഡൻ കുറഞ്ഞു കിട്ടും. എന്തുകൊണ്ടാണ്? ഇതിനുള്ള കോഡുകളൊന്നും സ്ക്രാച്ചിൽ നിന്ന് എഴുതേണ്ട കാര്യമില്ല. ഇതിനു വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒന്നും സ്ക്രാച്ചിൽ നിന്ന് എഴുതേണ്ട കാര്യമില്ല. അതാണ് ലൈബ്രറി ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രോഗ്രാമറിന് ഇച്ചിരി കൂടെ ഒരു ഹെൽപ്ഫുള്ളാണ് ലൈബ്രറി ഫങ്ഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്കാൻ എഫ് അല്ലെങ്കിൽ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞ ഫങ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രോഗ്രാമർ എന്ത് ചെയ്യണം? പ്രോഗ്രാമർ ഹാവ് ടു റൈറ്റ് ദ കോഡ് ഫോർ റീഡിങ് എ ഡാറ്റ ത്രൂ കീബോർഡ് ആൻഡ് സ്റ്റോറിങ് ഇറ്റ് ഇൻ എ വേരിയബിൾ. ഓക്കെ. Similarly, the programmer have to write the instructions in C or the statements in C to output a data to the standard output device. ഈ ഒരു ബർഡനിൽ നിന്ന് പ്രോഗ്രാമറിനെ ലൈബ്രറി ഫങ്ഷൻസ് ഫ്രീ ആക്കും. സോ ഇനി അടുത്തൊരു പോയിന്റ് പറയാം. ലൈബ്രറി ഫങ്ഷൻസ് ആർ ഡിക്ലെയർഡ് ഇൻ ഹെഡർ ഫയൽസ്. ഹെഡർ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ stdio.h, ആ ഹെഡർ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .h ആണ്. ഈ ഹെഡർ ഫയലിനകത്താണ് നമ്മൾ ആ ഒരു ഫോർ എക്സാമ്പിൾ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്ത് എന്താ കാണുന്നത്? ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈബ്രറി ഫങ്ഷൻസിൻ്റെയൊക്കെ ഡിക്ലറേഷൻസ് ആണ് അതിനകത്ത് കാണുന്നത്. ലൈബ്രറി ഫങ്ഷൻസ് ആർ ഡിക്ലെയർഡ് ഇൻ ഹെഡർ ഫയൽസ് വിച്ച് ആർ സേവ്ഡ് ആസ് ഫയൽ നെയിം .h. ഈ എക്സാമ്പിൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് stdio.h. stdio.h എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ഹെഡർ ഫയൽ എന്നാണ് പറയുന്നത്.
ഹെഡർ ഫയലിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈബ്രറി ഫംഗ്ഷൻസിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഫോർ എക്സാമ്പിൾ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ലൈബ്രറി ഫംഗ്ഷൻസിൻ്റെ ഡിക്ലറേഷൻസ് കാണും. അപ്പോൾ നമുക്കൊരു ലൈബ്രറി ഫംഗ്ഷൻ ഒരു സി കോഡിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ ഇതിനകത്ത് കാണും, ഹെഡർ ഫയൽസിൽ കാണും. ആ ഹെഡർ ഫയൽസ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്മൾ അതിനെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് പറയാൻ നമ്മൾ അടുത്ത 4th മോഡ്യൂളിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ യു ക്യാൻ സി ഹാഷ് ഇൻക്ലൂഡ് stdio.h for doing the input-output functions. അപ്പോൾ declaration of scanf, printf, etc. are already stored in header files. ഇതാണ് ജനറൽ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് അടുത്ത മോഡ്യൂളിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളതിനകത്ത് ഹെഡർ ഫയൽസ്, മാക്രോസ് എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും. കമ്മിങ് ടു ദ നെക്സ്റ്റ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സം കോമൺലി യൂസ്ഡ് ലൈബ്രറി ഫങ്ഷൻസ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഡേ ടു ഡേ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലൈബ്രറി ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ സ്ട്രിംഗ് ഫങ്ഷൻസ് ഉണ്ട്. ആ സ്ട്രിംഗ് ഫങ്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എല്ലാം stdio.hൻ്റെ ഹെഡർ ഫയലിലാണ് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. അതുപോലെ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ഹെഡർ ഫയൽ string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലാണ്. അപ്പോൾ നമ്മളൊരു സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻ ഒരു സി പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ യു ഹാവ് ടു ഫസ്റ്റ് ഇൻക്ലൂഡ് ദ ഹെഡർ ഫയൽ string.h ആൻഡ് ദെൻ യു ക്യാൻ ഡയറക്റ്റ്ലി യൂസ് ദോസ് ഫങ്ഷൻസ് ഡയറക്റ്റ്ലി. ഇനി അടുത്തത് ക്യാരക്ടർ ഫങ്ഷൻസ് കിടക്കുന്നത് c-type.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലാണ്. അതിനകത്ത് ഒത്തിരി ക്യാരക്ടർ ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ഫങ്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് math.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണ്. അതിനകത്ത് വരുന്ന കുറേ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഒക്കെയാണ് SQRT, നാച്ചുറൽ അൽഗോരിതം, കൊസൈൻ, സൈൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കുറേ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് അതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ ടൈം ആൻഡ് ഡേറ്റ് ഫങ്ഷൻസ്, time.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലാണ് ടൈം ആൻഡ് ഡേറ്റ് ഫങ്ഷൻസിന് ഉപയോഗിക്കുന്നത്. ഇനി stdlib.h ചില മിസ്സെല്ലേനിയസ് ഫങ്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പെർട്ടിക്കുലർ സെഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, കീബോർഡിൽ കൂടെ ഡാറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. അതിനകത്ത് getchar, putchar, printf, scanf, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് strcat, strcmp ആൻഡ് strcpy. ഈ ഫങ്ഷൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. ഈ ഫങ്ഷൻസ് പോപ്പുലറായിട്ട് ഈ പെർട്ടിക്കുലർ IO ഫങ്ഷൻസും സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഓൾ ഓഫ് യു ഹാവ് ടു സ്റ്റഡി ദിസ് ഫങ്ഷൻസ്. ഓക്കെ, നൗ ലെറ്റ് us go back to our the first ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻ, getchar ഫങ്ഷൻ. getchar ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ വേരിയബിൾ ഈക്വൽ ടു getchar. ഇത് വരുമ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ കീബോർഡിൽ കൂടെ റീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സ്റ്റോർ ചെയ്യേണ്ട വേരിയബിളിൻ്റെ ടൈപ്പ് എന്തായിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം. ഓക്കെ, ഞാനിത് എങ്ങനെ ഒരു സിമ്പിൾ യൂസ് ഓഫ് getchar എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ നോക്കാം. നമ്മൾ ഓൺലൈൻ GDB കമ്പൈലറിൻ്റെ കയ്യിലുണ്ട്. ലെറ്റ് us try to explain. ഞാൻ ക്യാരക്ടർ ch എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നു ch ഈസ് ഈക്വൽ ടു getchar എന്ന് കൊടുക്കുന്നു. ഗെറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഇത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അപ്പോൾ നമ്മൾ scanf %c സംഭവിക്കുന്നത് പോലെ തന്നെ എന്ത് സംഭവിക്കുന്നു, കീബോർഡിൽ കൂടെ ഒരു ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. അത് നമ്മൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ഇതൊരു ക്യാരക്ടർ ഡാറ്റയാണ്. അപ്പോൾ ക്യാരക്ടർ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, വേരിയബിളിൽ ASCII കോഡായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഏത് കീ ആണോ പ്രസ് ചെയ്തത് ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII കോഡ് ch എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ക്യാരക്ടറാണ്. സോ ദിസ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ. ഇതുകൂടാതെ ഈ ഡാറ്റ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ
നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാം, പ്രിൻ്റ് ഓഫ് എൻ്റർ എ ക്യാരക്ടർ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാം. എൻ്റർ എ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുന്നു. സോ ഐ പുട്ട് എ ന്യൂ ലൈൻ, സോ ഇറ്റ് ഈസ് എൻ്റേർഡ് ആസ് ഇൻ എ ന്യൂ ലൈൻ, എൻ്റർ എ ക്യാരക്ടർ. അപ്പോൾ ഒരു ക്യാരക്ടർ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എൻ്റർ എ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അത് കഴിഞ്ഞ് getchar ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, getchar എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, വെയിറ്റ് അണ്ടിൽ ദ യൂസർ പ്രസ്സസ് എ കീ. നമ്മൾ എ എന്ന് പറഞ്ഞ കീയാണ് പ്രസ് ചെയ്യുന്നെങ്കിൽ ആ കീ എ എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ എ ആണെങ്കിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ഏതിനകത്ത് കാണും, CH എന്ന് പറഞ്ഞ വേരിയബിളിൽ കാണും. അത് നമുക്ക് ക്യാരക്ടർ ഫോമിൽ തന്നെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, putchar എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കും. സോ ദാറ്റ് ഈസ് അനദർ ഫംഗ്ഷൻ വിച്ച് ഈസ് കോൾഡ് ആസ് putchar. putchar അതിനകത്ത് നമ്മൾ ക്യാരക്ടർ വേരിയബിൾ ഏതാണെന്ന് കൊടുക്കും. ദാറ്റ് ഈസ് എ ജനറൽ ഫോം ഓഫ് putchar. സോ ഞാൻ ഇതിനകത്ത് സിമ്പിളായിട്ട് ഒരെണ്ണം ചെയ്ത് കാണിക്കാം. പ്രിൻ്റ് ഓഫ് ദ എൻറ്റേർഡ്, നേരത്തെ നമ്മൾ റീഡ് ചെയ്ത ക്യാരക്ടർ എന്താണെന്ന് പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. ദ എൻറ്റേർഡ് ക്യാരക്ടർ ഈസ് /n കൊടുത്തു. ഇതിൻ്റെ ഇവിടെ ഞാനത് കൊടുക്കുകയാണ്, /n ഇത് കൊടുത്തു. ഞാനത് സെമിക്കോളൻ കൊടുത്തു. ദിസ് മെസ്സേജ് വിൽ ബി പുട്ട്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന putchar എന്ന് പറഞ്ഞ putchar എന്ന് പറഞ്ഞ ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ ആ ക്യാരക്ടർ വേരിയബിൾ CH എന്ന് പറഞ്ഞ ക്യാരക്ടർ വേരിയബിളാണ്, അത് കൊടുത്തു. അതായത് സെമിക്കോളൻ കൊടുത്തു. putchar അതിൻ്റെ ജനറൽ ഫോം നമ്മൾ നോക്കി. putchar ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ്, അതിനകത്ത് ക്യാരക്ടർ വേരിയബിൾ, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ദെൻ ഫോളോഡ് ബൈ എ സെമിക്കോളൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് us try to run this particular program. So just let us try. ഒന്നും കൂടെ ഞാനൊന്ന് നോക്കുവാണ്. സോ ഇറ്റ്സ് റണ്ണിങ്. എൻ്റർ എ ക്യാരക്ടർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് വന്നു. ഞാൻ ക്യാരക്ടർ ഏതെങ്കിലും ഒരു കീ, ഞാൻ Q എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കൊടുത്തു. സോ ദ എൻ്റേർഡ് ക്യാരക്ടർ ഈസ് Q എന്നുള്ള കാര്യം താഴെ പ്രിൻ്റ് ചെയ്ത് വന്നു. ഓക്കെ, നമ്മളിതൊന്ന് ഡീബഗ് ചെയ്ത് നോക്കാം, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഐ എം പുട്ടിങ് എ ബ്രേക്ക് പോയിന്റ് ഹിയർ. സോ ലെറ്റ് us try to run this, debug this particular program. So I'm just stopping this and I'm just pressing the debug കൊടുത്തു. ലൈൻ നമ്പറിൽ ഞാൻ ആദ്യമേ ലൈൻ നമ്പർ 15 ഒരു ബ്രേക്ക് പോയിന്റ് ഇടുന്നു, B സ്പേസ് ലൈൻ നമ്പർ 15. സോ ഈ ലൈൻ നമ്പർ 15 വന്ന് നിൽക്കും. ഞാനത് അവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇൻസേർട്ട് ചെയ്തു, അതുകൊണ്ടാണ് അവിടെ ഒരു റെഡ് ഡോട്ട് വന്നിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് ഡീബഗിൽ R എന്ന് പറഞ്ഞ കമാൻഡാണ് ഉപയോഗിക്കുന്നത്. R എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്ത് ഞാൻ റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ കൺട്രോൾ എവിടെ വന്നു, 15th ലൈനിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ആ ലൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ നെക്സ്റ്റ് N എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നു. N കൊടുത്തു കഴിയുമ്പോൾ അത് റൺ ചെയ്യുന്നു. എൻ്റർ എ ക്യാരക്ടർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് വരുന്നു, ഔട്ട്പുട്ട് ചെയ്ത് വരുന്നു. ഇനി അടുത്ത എന്താണ്, CH = getchar എന്ന് പറഞ്ഞ അടുത്ത 16ാമത്തെ ലൈനിൻ്റെ മുമ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ വന്ന് നിൽക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ദ സിസ്റ്റം ഈസ് വെയിറ്റിംഗ് അണ്ടിൽ ദ യൂസർ എൻ്റർ എ ക്യാരക്ടർ. ഞാൻ ഈ CH എന്ന് പറഞ്ഞ ക്യാരക്ടറിനകത്ത് യു ക്യാൻ സി എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ വാല്യൂ ഒന്നുമില്ല. യു ക്യാൻ സി ഒരു ജങ്കായിട്ടൊരു 0 വാല്യൂ ആണ് കിടക്കുന്നത്. ഞാനൊരു വാല്യൂ എൻ്റർ ചെയ്യുന്നു, A എന്ന് പറഞ്ഞൊരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. ലെറ്റ് us see, കണ്ടോ, A എന്ന് പറഞ്ഞ വാല്യൂ എൻ്റർ ചെയ്തപ്പോൾ CHനകത്ത് എന്ത് വരുന്നുണ്ട്, സ്മോൾ ലെറ്റർ A ആണ് എൻ്റർ ചെയ്തത്. അപ്പോൾ CHനകത്ത് എന്ത് കാണുന്നുണ്ട്, 97 is the ASCII code of A that is stored in the variable CH. കണ്ടോ, യു ക്യാൻ സി CHൽ 97 കിടക്കുന്നതായിട്ട് റൈറ്റ് സൈഡിൽ നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. സോ P സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യുന്ന P സ്പേസ് CH കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി it is stored as 97. It is nothing but the ASCII code of small letter A. So this is the way. And next I am just trying the next option. Enter കൊടുത്തു. സോ പുട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ എൻ്റേർഡ് ക്യാരക്ടർ ഈസ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് വരുന്നു.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് പുട്ട് ക്യാരക്ടർ റൺ ചെയ്ത് കഴിയുമ്പോൾ ദ ഔട്ട്പുട്ട് ഈസ് ഔട്ട്പുട്ടഡ് ടു ദി സ്ക്രീൻ. Okay, so this is the way in which this particular program works. അപ്പോൾ നമ്മൾ രണ്ട് ഫങ്ഷൻസ്, അതായത് getchar ആൻഡ് putchar ലൈബ്രറി ഫങ്ഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ഇതാണ് putchar. Single characters can be displayed by using putchar. This function will transmit a single character to the standard output device. Putchar function can be used with loops to output a string. ഇനി നമുക്ക് ഈ getchar ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു സ്ട്രിങ്ങിനെ എങ്ങനെ റീഡ് ചെയ്യാമെന്നുള്ളതാണ് ഇനി അടുത്തത് നമുക്ക് പഠിക്കാൻ പോകുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മളൊരു ക്യാരക്ടർ അറേയാണ്. ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് getcharഉം putchar ഉപയോഗിച്ച് ഒരു സ്ട്രിങ്ങിലെ കണ്ടൻറ്റ്, അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, getchar can used to read multi character strings by reading one character at a time by using a multi pass loop. അപ്പോൾ നമുക്ക് ഒരു getchar ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്ത് ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് us try to execute a simple problem using getchar function. സോ ആദ്യമേ ഞാൻ ചെയ്യുന്നത്, I am declaring a string str, character str of size say 25. ഓക്കെ, ഞാൻ ഈ സ്ട്രിങ്ങിനെ എന്താണ് ഒരു ക്യാരക്ടർ അറേ ആയിട്ട് റീഡ് ചെയ്ത് ഇതിനെ സ്ട്രിങ് ആക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് യു ഹാവ് ടു അപ്പെൻഡ് എ നൾ ക്യാരക്ടർ അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രിങ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ എം യൂസിങ് എ ലൂപ്പ് സ്ട്രക്ചർ ടു ഡിസ്ക്രൈബ് ദിസ്. സോ ഞാൻ ഐ എം ഡിക്ലെയറിങ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് integer I, and again what I am going to do here is for we can use a loop for I is equal to 0, or you can use a instead of for loop you can use a do while loop. Do I am just putting ch is equal to get str of I. So I am just before starting this do while loop, I am initializing I to a value 0. Then what I am going to do here is str of I is equal to get char. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു then what I will do is I is equal to I plus 1, and I am using while ch not equal to, so you can put it as not equal to /n ന്യൂ ലൈൻ ക്യാരക്ടർ വരുന്നത് വരെ. അതായത് എൻ്റർ കീ ഞെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ന്യൂ ലൈൻ ക്യാരക്ടർ വരും. വൈൽ ch means let us put it as like this. Let us I is equal to say put -1. Let us initialize I to -1. I is equal to I plus 1. Let us put it as this. This is one method. I is equal to I plus 1. str of I is equal to while str of I not equal to str of I not equal to new line character. That is. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ ശേഷം if you want to put a new line character, you can directly put this str of I is equal to, you can put a new line character. This is one method of reading using getchar. You can read and store it as a string. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. So let us first of all
അപ്പോൾ ഇതിനകത്ത് ആദ്യമേ എന്ത് പറ്റുന്നു, ഐയുടെ വാല്യൂ ആദ്യമേ -1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ആദ്യമേ ഐ ഈസ് ഈക്വൽ ടു i+1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡു വൈൽ എന്താണ്, ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ആദ്യമേ ഐ ഈസ് ഈക്വൽ ടു i+1, ഐയുടെ വാല്യൂ 0 ആയി str(0)ക്കകത്ത് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. വൈൽ str(i) നോട്ട് ഈക്വൽ ടു /n ന്യൂലൈൻ ക്യാരക്ടർ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെയും റിപ്പീറ്റ് ചെയ്യും ഐ ഈസ് ഈക്വൽ ടു i+1 ആൻഡ് റീഡ് ദ നെക്സ്റ്റ് ക്യാരക്ടർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദി ആസ് ദി നെക്സ്റ്റ് എലിമെൻറ്റ് ഇൻ ദി അറേ. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ഇറ്റ് വർക്ക്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റണ്ണിങ് ഈ കോഡൊന്ന് ഡീബഗ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഡീബഗ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ putchar ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. So let us try to write the putchar function also. So let us first of all I am again resetting I to -1. Again I am using the same function do while str of I not equal to I am putting /0 is the null character. So I am just writing I is equal to i+1 print putchar. I am just using putchar of str of I. Okay, let us see how it works. ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. It's running and it is taking time. So I'm just entering the value. So A, B, C, D, I'm just entering. So it is displaying A, B, C, D itself. So it's working fine. So for the time being, ഞാനൊരു അതിനകത്ത് ഒരു മെസ്സേജ് കൊടുക്കാം for easy understandability. printf enter a string. I'm just putting a new line character here. You can see this is /n, enter a string. സോ അതിനുശേഷം നമ്മളത് ഇനി സ്ട്രിങ് പ്രിൻ്റ് ചെയ്യുന്നു. ഇത് അപ്പോൾ നമ്മൾ printf the entered string /n, the entered string is /n. Let us put it like this. Okay. So let us try to run this program and explain how it works. And again, after that we will debug this program. Enter a string എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുന്നു. ഞാനൊരു സിമ്പിളായിട്ടൊരു you can use any string SURESH space KUMAR space. You can use the space also. So the entered string is Suresh Kumar and it is printed. So let us see how it works. ആദ്യം ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ ഡീബഗിങ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Let us again try to debug the same program by using I'm just clicking on the debug button. I'm just inserting a breakpoint at line number 15. So B space line number 15, there is already a breakpoint. Okay, then I'm running this program. Run. ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ് str എന്ന് പറഞ്ഞ സ്ട്രിങ്, ഇതിനകത്ത് വാല്യൂ ഒന്നും ഇല്ല, കണ്ട കുറേ ജങ്ക് വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. str എന്ന് പറഞ്ഞ വേരിയബിൾ
It is a character array of size 25. അത് കാണിച്ചിരിക്കുന്നത് കണ്ടോ, യു ക്യാൻ സി. ഇതിനകത്ത് 15th ലൈനിൽ വന്ന് നിൽക്കുന്നു. എൻ്റർ എ സ്ട്രിങ് എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ ആദ്യമേ ആ മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഐ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ ആദ്യമേ 0 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 0 ഓൾറെഡി കിടപ്പുണ്ട്. സോ ഞാൻ അടുത്ത് എൻ്റർ എ സ്ട്രിങ് എന്ന് പറഞ്ഞ ലൈൻ നമ്പർ 15 റൺ ചെയ്യുന്നു. അപ്പോൾ എൻ്റർ എ സ്ട്രിങ് എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, യു ക്യാൻ സി. ഇനി എന്ത് ചെയ്യുന്നു, 16th ലൈനിൽ വരുന്നു. 16th ലൈൻ എന്താണ്, ഐ ഈസ് ഈക്വൽ ടു -1. ഐയുടെ വാല്യൂ ഇപ്പോൾ 0 ആണ് വെച്ചിരിക്കുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ -1 ആവും. ലെറ്റ് us see. ഐയുടെ വാല്യൂ ഇപ്പോൾ -1 ആയി. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ലൈൻ ഓഫ് കോഡ് റൺ ചെയ്യുന്നു. നെക്സ്റ്റ് അടുത്ത ലൈൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പിൽ ഐ ഈസ് ഈക്വൽ ടു i+1. ഡു വൈൽ ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ ആദ്യമേ നേരെ കൺട്രോൾ എവിടെ വരും, ലൈൻ നമ്പർ 19 വരും. 19 വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഐയുടെ വാല്യൂ എത്രയായി, i+1. ഐയുടെ വാല്യൂ ഇപ്പോൾ 0 ആയി. ഓക്കെ, -1 നിന്ന് 0 ആയി മാറി. ഇനി str of I is equal to getchar. നോക്കിയാൽ യു ക്യാൻ സി ദ ഫസ്റ്റ് ഇതിനകത്ത് 360/360 എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് കിടക്കുന്നത്. ഞാനൊരു കീബോർഡിൽ കൂടെ ഒരു ഡാറ്റ റീഡ് ചെയ്യുവാണ്. ഞാൻ ആദ്യമേ എസ് റീഡ് ചെയ്തു, ക്യാപിറ്റൽ എസ് റീഡ് ചെയ്തു. ഓക്കെ, യു ക്യാൻ സി എസ് കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യമേ നെക്സ്റ്റ് കൊടുക്കുന്നു, getchar കൊടുക്കുന്നു. getchar വിൽ വെയിറ്റ്. ഞാൻ ആ ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എസ് ഇവിടെ സ്റ്റോർ ചെയ്തു. ക്യാപിറ്റൽ എസിൻ്റെ ആസ്കി വാല്യൂ ആണ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വൈൽ str of I not equal to ന്യൂ ലൈൻ. ന്യൂ ലൈൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ്, എൻ്റർ കീ ഞെക്കുമ്പോഴേ ന്യൂ ലൈൻ ക്യാരക്ടർ വരുന്നുള്ളൂ. അപ്പോൾ നോട്ട് ഈക്വൽ ടു ന്യൂ ലൈൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എഗെയിൻ ദ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഐ വിൽ ബി ഈക്വൽസ് ടു i+1. അതിലോട്ട് കൺട്രോൾ പോകും. യു ക്യാൻ സി ഐ ഈസ് ഈക്വൽ ടു i+1 വന്നു. ഇനി അത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഐ പിന്നെ എത്രയായി, 1 മാറി. സോ നൗ ദ വാല്യൂ ഓഫ് ഐ നൗ ചേഞ്ചസ് ഫ്രം ടു 1. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത ഇതെന്ന് വെച്ചാൽ str of I is equal to getchar. അത് റൺ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് വെയിറ്റിംഗ് അണ്ടിൽ ദ യൂസർ എൻ്റർ എ വാല്യൂ. എൻ്റർ ചെയ്തത് ഞാൻ എൻ്റർ ചെയ്തത് n ആണ്. അപ്പോൾ വൈൽ str of I നോട്ട് ഈക്വൽ ടു n. str of I ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്ക്. p സ്പേസ് str of I ഞാൻ കൊടുത്തു. ന്യൂ ലൈൻ ക്യാരക്ടറാണ്. എൻ്റർ കീ ഞെക്കിയത് കൊണ്ട് ന്യൂ ലൈൻ ക്യാരക്ടറാണ് റീഡ് ചെയ്തത്. എസ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് റീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വൈൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. ടെർമിനേറ്റ് ചെയ്ത് str of Iയിൽ അവിടെ എന്ത് വരുന്നു, ഐയുടെ വാല്യൂ അഗെയിൻ സ്റ്റിൽ 1 തന്നെയാണ്. അതിനകത്ത് ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ എൻ്റർ ചെയ്യുന്നു. സോ എസ് എ ന്യൂ ലൈൻ ക്യാരക്ടർ ഫോളോഡ് ബൈ എ ന്യൂ ലൈൻ ക്യാരക്ടർ. സോ ദിസ് ഈസ് എ സ്ട്രിങ്. ഇനി പ്രിൻ്റ് ദ എൻറ്റേർഡ് സ്ട്രിങ് എന്നുള്ള സംഭവം നമ്മൾ നോക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഐയുടെ വാല്യൂ പിന്നെ അഗെയിൻ സെറ്റ് ടു -1. അഗെയിൻ ഐ ഈസ് ഈക്വൽ ടു i+1. സോ ഇറ്റ് ബിക്കം 0. putchar getchar of I എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് പ്രിൻ്റ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ പ്രിൻ്റ് ദ വാല്യൂ ഓഫ് എസ് പ്രിൻ്റ് ചെയ്ത് വന്നു. ഇനി നെക്സ്റ്റ് പിന്നെയും നമ്മൾ നോക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റിനകത്ത് str of I നോട്ട് ഈക്വൽ ടു അഗെയിൻ ഗോ അപ്പ്. I is equal to i+1. I is equal to i+1 വന്നു. നെക്സ്റ്റ് കൊടുത്തു. putcharന് തൊട്ട് മുമ്പേ വന്നു. യു ക്യാൻ സി നെക്സ്റ്റ് while str of I not equal to /0 is false, comes out of the body of the loop and terminated. So what is the thing we can infer from this is that you can use getchar and putchar function repeatedly to read multi-word text. നമുക്കൊരു മൾട്ടി-വേർഡ് ടെക്സ്റ്റ് സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യാൻ നമുക്ക് ഈ getcharഉം putchar ഫങ്ഷൻസ് ഉപയോഗിച്ച് റീഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് ചെയ്തതിന് ശേഷം അവസാനം ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ /0 അപ്പൻഡ് ചെയ്താൽ മാത്രമേ അത് സ്ട്രിങ് ആയിട്ട് വരികയുള്ളൂ. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി വേറൊരു രീതിയിലും നമുക്ക് ഇതേ കോഡ് ചെയ്യാം. ഈ ഡു വൈൽ ലൂപ്പിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ
put it in a different way, somewhat like this. Let us stop this thing, and I'm trying to do another different coding in which we can use. Instead of do while, you can put a different code for this. Let us try that also. Okay, ഞാൻ do while loopന് പകരം we can use a different method. While you can put s is equal to I is equal to 0, and let us put another variable character ch. You can use while ch equal to getchar. So you are directly using reading a character through keyboard. No, getchar not equal to new line. Okay, read a character through keyboard and store it in ch, and ch is not equal to new line allengil endu cheyunu str. So let us initialize I to a value 0, str of I is equal to ch, then I is equal to I plus 1. Okay, this is a way in which you can write. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്ന ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ ആണെങ്കിൽ അതിനകത്തോട്ട് നമുക്ക് the same code you can able to try to read this, and after that what it will do is I is equal to I plus 1 വന്നു. ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ ആണ് എൻ്റർ ചെയ്തെങ്കിൽ I ഇൻക്രിമെൻ്റ് ചെയ്യത്തില്ല. സോ പുതിയ ക്യാരക്ടർ റീഡ് ചെയ്ത് ന്യൂ ലൈൻ ക്യാരക്ടറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, str of I ഇവിടെ നമ്മളിങ്ങനെ കൊടുക്കും, str of I is equal to new line എന്ന് കൊടുക്കും. This is a way in which you can read the string, and you can print the entered string is, you can use instead of putchar ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നതിന് പകരം you can use a printf percentage s also. So it is also written, you can write it like this, printf the entered string is, you put a percentage s comma str, you can write it like this, and let us try to run this particular program and see how it works. Enter a string. I am just entering a string. The entered string is, so it is print in the, so it's very important to print you put a /0 here at the end of this. This is the way in which the program works. Again, once more, let us try to run this program once more. Enter a string, the entered string is Suresh Kumar. So this is the another way in which you can read a multiple characters using multi-pass loop. So these are the two methods in which you can use getchar and putchar functions. So again, there is one more thing, you can convert ഒരു ക്യാരക്ടർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ നമുക്ക് അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ക്യാൻ യൂസ് എ ടു അപ്പർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അനദർ മെത്തേഡ് ഓഫ് റീഡിങ് ആൻഡ് പ്രിൻറ്റിങ് ക്യാരക്ടേഴ്സ്.
ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി ഷാൽ ഡയറക്ട്ലി ഡിസ്കസ്. സോ ഇപ്പോൾ ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ getchar ഉപയോഗിച്ചോ putchar ഉപയോഗിച്ചോ റീഡ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്തതിനകത്ത് ഈ റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ചില ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? strcmp, strcat, strlen, അഗെയിൻ one more strcpy. ഈ 4 ഫങ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. So that will be covering in the next video. Okay, thank you all for patiently watching.